നമസ്കാരം. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും അമേരിക്കയുടെ സൈനിക റീഫില്ലിംഗ് വിമാനം ഇറാഖിൽ തകർന്നു വീണതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഇറാഖിലെ എയർ സ്പേസിൽ വെച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് വെടിവെപ്പിൽ തകർന്നതല്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. പൈലറ്റിനെയും വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2 KC-135 റീഫില്ലിംഗ് വിമാനങ്ങളാണ് അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നതും ഇതിൽ ഒന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നും മറ്റൊന്ന് പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീണു എന്നുമാണ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരായ ആക്രമണങ്ങൾക്കായി നിരവധി വിമാനങ്ങൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം 7 US സൈനികർ കൊല്ലപ്പെട്ടതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 150ഓളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവന അനുസരിച്ച് 2 വിമാനങ്ങൾ ഉൾപ്പെട്ട ഒരു സംഭവത്തിനിടെയാണ് അപകടം ഉണ്ടായത്. ഇതിൽ ഒരു വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീഴുകയും രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കുകയും ചെയ്തു. വിമാനം തകർന്നത് ശത്രുക്കളുടെ ആക്രമണം മൂലമോ അല്ലെങ്കിൽ അബദ്ധത്തിൽ സ്വന്തം സൈന്യത്തിന്റെ തന്നെ വെടിയേറ്റോ അല്ല എന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സൗഹൃദ വ്യോമ അതിർത്തിക്കുള്ളിൽ വെച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 5ഓ 6ഓ സൈനികർ ഉണ്ടായിരുന്നതായാണ് വിവരം. വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ നിലയെക്കുറിച്ചോ മരണസംഖ്യയെക്കുറിച്ചോ നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായി തുടരുകയാണ്. സംഭവത്തിൽ കൃത്യമായ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇറാഖിൽ തകർന്നു വീണ അമേരിക്കൻ ഇന്ധന വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണ് എന്ന അവകാശവാദവുമായി ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും വ്യോമാതിർത്തിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് US സൈന്യത്തിന്റെ KC-135 സ്ട്രോട്ടോ ടാങ്കർ വിമാനം തകർത്തത് എന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഈ അവകാശവാദം റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ US സംഘർഷത്തിനിടയിൽ തകരുന്ന 4ാമത്തെ US വിമാനമാണ് ഇത്. കഴിഞ്ഞയാഴ്ച കുവൈറ്റിലുണ്ടായ അബദ്ധത്തിലുള്ള വെടിവയ്പിൽ 3 US F-15E വിമാനങ്ങൾ തകർന്നിരുന്നു. അതിലെ പൈലറ്റുമാർ സുരക്ഷിതരായി രക്ഷപ്പെടുകയും ചെയ്തു. 6ാം പതിറ്റാണ്ടിലേറെയായ US വ്യോമസേനയുടെ പ്രധാന ഇന്ധനവാഹിനി വിമാനമാണ് ബോയിങ് KC-135. സാധാരണയായി 3 പേരാണ് ഇതിൽ ഉണ്ടാകാറുള്ളത് എങ്കിലും പ്രത്യേക ദൗത്യങ്ങൾ കൂടുതൽ പേർ വിമാനത്തിൽ ഉണ്ടാകാറുണ്ട്. നിലവിൽ അപകട സ്ഥലത്ത് വിപുലമായ രക്ഷാപ്രവർത്തനം നടന്നു വരുന്നുണ്ട്. സൈനികരുടെ കുടുംബാംഗങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാക്കണമെന്നും US സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്.